ഹായ് പ്രിയരെ, നമസ്കാരം. എന്തായാലും നമ്മളെ കേരളത്തിലെ KSU പിള്ളേരുടെ കഥകൾ കേൾക്കുമ്പോൾ വല്ലാത്ത രസമാണ് തോന്നുന്നത്. അത് KSU പിള്ളേർക്കെതിരായിട്ട് മുതിർന്ന നേതാവ്, അതായത് KPCCയുടെ പ്രസിഡന്റ് K സുധാകരൻ AICCക്ക് പരാതി കൊടുക്കാൻ പോകുന്നു, പരാതി കൊടുത്തിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ, രാഷ്ട്രീയ കാര്യങ്ങൾ ഏത് രീതിയിലാണ് പോകുന്നത്? അതായത് സാധാരണ KSU പിള്ളേർ KSUക്കാരാണ് കാരണം മുകളിലേക്ക് പരാതി കൊടുക്കുന്നത്. അപ്പം KSUവിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ KPCCയിലേക്ക് പരാതി കൊടുക്കും. അങ്ങനെ KPCCയിലേക്ക് പരാതി കൊടുക്കും, KPCC അത് അന്വേഷിക്കും. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് KSUക്കാർക്കെതിരായിട്ട് KPCC പ്രസിഡന്റ് K സുധാകരൻ AICCയുടെ കേരളത്തിലെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന ചുമതലക്കാരിക്ക് പരാതി കൊടുക്കുന്നു, പരാതി കൊടുത്തു കഴിഞ്ഞു അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ പോകുന്നു എന്ന വിവരം പുറത്തു വരുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇപ്പോൾ KSUവിന് മാത്രമല്ല, അല്ലെങ്കിൽ കോൺഗ്രസിന് മാത്രമല്ല ഈ പ്രശ്നം ഇപ്പോൾ ഉള്ളത്, CPMനും ഇത് തന്നെയാണ് പ്രശ്നം. കാരണം പിള്ളേരാണ് ഏറ്റവും വലിയ പ്രശ്നം. SFIക്കാർ കാണിക്കുന്ന ഗൂണ്ടാത്തരങ്ങളും പിന്നെ എന്തു പറയാം, നമ്മളെ നാടൻ ഭാഷയെ മറ്റു വാക്കുകളാണ് നമ്മൾ പറയണത്. പക്ഷേ എങ്കിലും ഗൂണ്ടാ പ്രവർത്തനം കൊണ്ട് CPM നേതൃത്വം വല്ലാതെ വിഷമത്തിലായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, നമുക്കറിയാവുന്നതാണ്. അവർ കാണിക്കുന്ന ഗൂണ്ടാപ്രവർത്തനവും സിദ്ധാർത്ഥിന്റെ മരണവും അത് ഈ തിരഞ്ഞെടുപ്പിൽ CPMനെ ബാധിച്ചത് വളരെ ഗുരുതരമായിട്ടാണ്. തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. SFI കാണിച്ചിരിക്കുന്ന ഗൂണ്ടായിസം കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം CPMനെ ബാധിച്ചിരിക്കുന്നു, ഉപദ്രവിച്ചിരിക്കുന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് റിസൾട്ട് വരുമ്പോൾ മനസ്സിലാകും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിലെ ഈ പറയുന്ന KSUവിനെ കൊണ്ടും പൊറുതിമുട്ടിയിരിക്കുന്നത്. ഇനി എന്താണ് KSUവിൽ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. എങ്കിലും നമുക്കതൊന്നും കൂടെ ഒന്ന് വിശദീകരിക്കേണ്ടത്. കാരണം നമ്മുടെ നേതൃത്വ ഗുണ പരിശീലന ക്യാമ്പാണ് KSU പിള്ളേർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പിന്നെ കോൺഗ്രസ് സംഘടിപ്പിച്ചത്, അല്ലെങ്കിൽ KSUവിന്റെ സംസ്ഥാന സമിതി സംഘടിപ്പിച്ചത്. ഓർക്കുക, നേതൃത്വ ഗുണ പരിശീലന ക്യാമ്പ്. ആ നേതൃത്വ ഗുണ പരിശീലന ക്യാമ്പിൽ നടന്നത് മികച്ച നേതൃത്വ ഗുണമാണ്. തമ്മിലടിച്ചു, ഈ KSUക്കാർ തമ്മിലടിച്ചു എന്ന് മാത്രമല്ല, ഒരു KSU പ്രവർത്തകന്റെ തല പൊട്ടി ഗുരുതരമായി ആശുപത്രിയിൽ ചികിത്സയിലായി. അങ്ങനെ 2-3 KSU പ്രവർത്തകർ അക്രമത്തിൽപ്പെട്ടു, അവര് ആശുപത്രി ചികിത്സയിലാണ്. അതാണ് അവരുടെ നേതൃത്വ ഗുണ പരിശീലന ക്യാമ്പിന്റെ ഗുണം എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും KSUക്കാർ തമ്മിലടിച്ചു. അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അതാണ് ഉത്തരവാദി എന്നും അയാൾ മനഃപൂർവ്വം ഗ്രൂപ്പ് കളിച്ചതാണെന്നും ആ ഗ്രൂപ്പ് കളി കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലേക്ക് ഗ്രൂപ്പ് കളി KSUവിൽ വെച്ച് കളിക്കാൻ ഈ അലോഷ്യസ് സേവ്യർ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് K സുധാകരൻ, ഞാൻ പറഞ്ഞു KPCCയുടെ പ്രസിഡന്റാണ് K സുധാകരൻ, അദ്ദേഹം പരാതി കൊടുക്കാൻ പോയിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ഈ ക്യാമ്പിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ക്യാമ്പിൽ നടന്ന അക്രമങ്ങളെക്കുറിച്ച്, KSUക്കാർ തമ്മിൽ പരസ്പരം അടിച്ചതിനെ കുറിച്ച് ഒരു KPCCയുടെ ഒരു സമിതിയെ കൊണ്ട് അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ. മിക്കവാറും ഇന്നോ നാളെയോ KPCC പ്രസിഡന്റിന് ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് കൊടുക്കും എന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ അതിന് ബദലായിട്ട് KSUക്കാരും ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ ഇതിൽ കാണേണ്ട മറ്റൊരു ആംഗിൾ എന്ന് പറയുന്നത്. അതായത് കേരളത്തിലെ KPCC ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചെങ്കിൽ അവരുടെ അന്വേഷണ സമിതി അവിടെ ഇരുന്നോട്ടെ, അതിന്റെ പേരിലാണ്, ഒരു പ്രാഥമിക അന്വേഷണത്തിന്റെ പേരിലാണ് ഇപ്പോൾ 1-2 പേരെ പിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. KSUവിന്റെ 1-2 നേതാക്കന്മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴാണ് KSUക്കാര് അവരുടേതായ ഒരു അന്വേഷണ സമിതി നിയോഗിച്ചിരിക്കുന്നത്. ഈ 2 അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് 2 തരത്തിലാവുമെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനകത്ത്, അല്ലെങ്കിൽ അത് KSUവിൽ നിന്ന് തുടങ്ങുന്നത് കോൺഗ്രസിന്റെ അകത്തേക്ക് അത് പടരും. അങ്ങനെ കോൺഗ്രസിനകത്തേക്ക് പടരുമ്പോൾ ഇപ്പോൾ ഉള്ള കോൺഗ്രസിലെ ഗ്രൂപ്പ് മത്സരവും ഗ്രൂപ്പ് എന്താ പറയാ, ആ ഗ്രൂപ്പ് കളിയുണ്ടല്ലോ, അത് ഗ്രൂപ്പ് പോരെന്ന് നമുക്ക് പറയാം. ആ ഗ്രൂപ്പ് പോര് മിക്കവാറും ഒരു കാലഘട്ടത്തിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇവിടെ കേരളത്തിൽ 2 പാർട്ടിയായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ആന്റണിയുടെയും K കരുണാകരന്റെയും ആ കാലഘട്ടത്തിൽ നമുക്ക് ഓർമ്മയുള്ളതാണ്, നമുക്ക് അറിയാവുന്നതാണ്. അവിടെ 2 പാർട്ടിയാണ്. അവർ ഒരു കോൺഗ്രസ് ഒന്നാണ്, ഒരുമിച്ച് നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും 2 പാർട്ടിയായിട്ടാണ് അവർ പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ ഇപ്പോ ഈ കേരളത്തിൽ സുധാകരന്റെയും VD സതീശന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ആദ്യമൊക്കെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമായിരുന്നു. കാരണം സുധാകരൻ വന്നല്ലോ, അല്ലെങ്കിൽ മിടുക്കനായ ഒരു പ്രതിപക്ഷ നേതാവ് നമുക്കുണ്ടല്ലോ, അത് സതീശനാണല്ലോ എന്നുള്ളൊരു താല്പര്യം കോൺഗ്രസ് അണികൾക്കുണ്ടായിരുന്നു. പക്ഷേ
ഇപ്പോൾ കോൺഗ്രസ് അണികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു താല്പര്യമില്ലാതെ അല്ലെങ്കിൽ ആകെ തമ്മിലടിച്ച് നശിപ്പിക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. ഈ നേതൃത്വ പരിശീലന ക്യാമ്പിൽ നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി പഠന ഗവേഷണ കേന്ദ്രത്തിൽ വെച്ചാണ് ഈ നേതൃത്വ പരിശീലന ക്യാമ്പ് നടന്നത്. അവിടെ ഈ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതിലെ ഉദ്ഘാടകനായിട്ട് കെ സുധാകരനെ വിളിച്ചില്ല, അല്ലെങ്കിൽ വിളിച്ചിട്ട് വന്നില്ല എന്ന തർക്കമാണ് അവിടെ ഈ തമ്മിലടിക്കാൻ കാരണമായത്. എന്നാൽ വി ഡി സതീശനെ, ഈ അലോഷ്യസ് സേവർ എന്ന് പറയുന്നത് വി ഡി സതീശന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളായതുകൊണ്ടും എ ഗ്രൂപ്പിന്റെ ഒരു പ്രതിനിധിയായിട്ട് കെ എസ് യുവിന്റെ പ്രസിഡന്റ് ആയെന്നുള്ള നില കൊണ്ടും അതേപോലെ സുധാകർ അല്ല നമ്മുടെ വി ഡി സതീശനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ആളാണ് അലോഷ്യസ് സേവർ എന്നത് കൊണ്ടും അലോഷ്യസ് സേവർ കെ സുധാകരനെ വിളിക്കാതെ അറിയിക്കാതെ വി ഡി സതീശനെ ക്യാമ്പിലേക്ക് വിളിക്കുകയും ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുകയും ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അതവിടെ ആണ് വൈകുന്നേരം ഒത്തുകൂടിയപ്പോൾ ആദ്യം ആ സമയത്ത് തന്നെ കെ എസ് യു പ്രവർത്തകരുടെ അമർഷം ഉണ്ടായിരുന്നു, മുറുമുറുപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം അവർ ഒരുമിച്ച് കൂടി പാട്ടം നൃത്തമൊക്കെ ആയപ്പോൾ ഇതിൽ 1-2 പേര് ഇട്ടതും സുധാകരനെ പിന്നീട് ചിലർ അറിയിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ സുധാകരൻ പറഞ്ഞു, അങ്ങനെ എന്നെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് സുധാകരൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു തർക്കമാണ് ഇവർ തമ്മിലുള്ള അടിക്ക്, അല്ലെങ്കിൽ കെ എസ് യുക്കാർ തമ്മിലുള്ള അടിക്ക് കാരണമായത്. എന്തായാലും കേരളത്തെ കോൺഗ്രസിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ പൊതുവിൽ നമ്മൾ അറിയപ്പെടുന്നത് കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് തന്നെയാണ്. പക്ഷെ ആ സാധ്യതയെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ നിലനിർത്താൻ കഴിയാത്ത ഒരു നേതൃത്വമായിട്ട് കോൺഗ്രസ് മാറുന്നു എന്നതാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഈ KS യുവിനകത്തുണ്ടായിരിക്കുന്ന തമ്മിലടി യൂത്ത് കോൺഗ്രസിലേക്കും പടരും. ഇപ്പോൾ തന്നെ ഉണ്ട് എന്നതാണ് ഈ ഗ്രൂപ്പ് തമ്മിലുള്ള ആ മത്സരവും പോരും. അത് യൂത്ത് കോൺഗ്രസിലേക്ക് പടരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പുറത്ത് ഈ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നവർ എന്തായാലും മിണ്ടാതെ നിൽക്കാൻ അവർ തയ്യാറല്ല. അച്ചടക്കം പാലിച്ച് നിൽക്കാൻ അവർ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിന്റെ ഒരു പൊതു സംസ്കാരവും ഒരു പൊതുരീതിയും ഇതുവരെയും നമ്മൾ പഠിച്ചിരിക്കുന്നു വെച്ച് നോക്കുമ്പോൾ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട KS യു പ്രവർത്തകർ വീണ്ടും അവരുടെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. ഈ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്. അവിടെ വലിയ ശക്തമായിട്ട് പല സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസ്സുകാർ തമ്മിലടിച്ചത് നമ്മൾ കണ്ടതാണ്. ഈ അവരുടെ അധികാരങ്ങൾ പ്രസിഡന്റ് അങ്ങനെയാണല്ലോ ഈ നമ്മുടെ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റായിട്ട് വരുന്ന ആ സമയത്താണ്. അപ്പൊ ആ മാങ്കൂട്ടത്തിനെതിരായിട്ട് പോലും ആരോപണം ഉയർന്നു. അദ്ദേഹം വ്യാജ ID കാർഡുകൾ ഉണ്ടാക്കി വോട്ട് ചെയ്യിച്ചു എന്നുള്ള ആരോപണം വരുന്നു. അത് കേസും ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് ഒരു പോലീസ് കേസും ഇപ്പോൾ നിലവിലുണ്ട്. അതിന്റെ പേരിലാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതെല്ലാം ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ്, കോൺഗ്രസിനകത്തുള്ള അല്ലെങ്കിൽ KS യുവിനകത്തുള്ള ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ്. ഇനി അത് കോൺഗ്രസിലേക്ക് പടരും. കോൺഗ്രസ് സമീപ ഭാവിയിൽ എൻ്റെ ഒരു വിലയിരുത്തൽ വെച്ച് നോക്കിയാൽ കോൺഗ്രസ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പരിണാമങ്ങളുണ്ടാകും, രാഷ്ട്രീയ മാറ്റം കൃത്യമായിട്ടും മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ തന്നെ പൊതുവിൽ ഇപ്പോഴത്തെ ഈ മുന്നണി സംവിധാനത്തിൽ തന്നെ ചില മാറ്റങ്ങളും ചില വ്യതിയാനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ റിസൾട്ട് വരുന്നതോടുകൂടി അതിന്റെ ഭാഗമായിട്ട് ഈ കോൺഗ്രസിന് KS യുവിൽ നിന്ന് തുടങ്ങി യൂത്ത് കോൺഗ്രസിലേക്ക് പടർന്ന് അത് കഴിഞ്ഞ് കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിനകത്തുള്ള ഈ ഗ്രൂപ്പ് അതിശക്തമാവുകയും കോൺഗ്രസിന് ഒരു പാർട്ടിയായിട്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. കാരണം ഇപ്പുറത്ത് NDA സഖ്യം വളരെ ശക്തമായ ഒരു മുന്നണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായിട്ടും ഈ കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് മുന്നോട്ട് ഒരുമിച്ച് പോകാൻ കഴിയില്ല. അതിനകത്ത് സമീപ ഭാവിയിൽ തന്നെ അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് തന്നെ കോൺഗ്രസിനകത്ത് വിള്ളൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വിള്ളൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ വിള്ളൽ ഒരു ഭാഗം NDAയോടൊപ്പം ചേരാൻ സാധ്യത കൊണ്ടുവന്നാണ് എൻ്റെ വിലയിരുത്തൽ. അതാണ് ഇപ്പോൾ KS യുവിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം.